അതുപോലെ തന്നെ നമുക്കറിയാം ചില ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളൊക്കെ നടക്കുന്ന സമയങ്ങളിൽ, പ്രത്യേകിച്ച് കാവുകളുമായി ബന്ധപ്പെട്ട ഉത്സവങ്ങളൊക്കെ നടക്കുന്ന സമയങ്ങളിൽ അവിടെ ചില ആളുകളിൽ പെട്ടെന്ന് കുണ്ടലിനിയുടെ അനുഭവം ഉണ്ടാവുകയും അവർ വരാനിരിക്കുന്ന ഭാവിയെ പറ്റിയൊക്കെ പ്രവചിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ ആക്സിഡൻ്റായിട്ടുണ്ടാകുന്ന കുണ്ടലിനിയുടെ ഉണർവെന്ന് പറയുന്നത് മിക്കവാറും ചെറിയൊരു കാലഘട്ടത്തിലേക്ക് മാത്രമായിട്ടായിരിക്കും അവരിൽ നിലനിൽക്കുക. ഇനി മൂന്നാമത്തെ ഒരു മാർഗ്ഗം കുണ്ടലിനി യോഗത്തിൽ പറയുന്നത് ചില പ്രത്യേകമായിട്ടുള്ള മരുന്നുകളുടെ ഉപയോഗത്തിലൂടെ കുണ്ടലിനിയുടെ ഉണർവ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെയുള്ള മരുന്നുകളെ പറ്റിയുള്ള വിവരങ്ങളോ അല്ലെങ്കിൽ ആ ഒരു മരുന്നുകളുടെ കൂട്ടുകളെ പറ്റിയുള്ള രസവിദ്യകളോ ഒന്നും നമുക്കിന്ന് അവൈലബിൾ അല്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഹിമാലയത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും, കഞ്ചാവൊക്കെ ഉപയോഗിച്ചിട്ട് എനിക്ക് കുണ്ടലിനി ഉണർന്നു അല്ലെങ്കിൽ എന്നിൽ കുണ്ടലിനി ശക്തിയുടെ അനുഭവമുണ്ട് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പക്ഷെ അതൊന്നും യഥാർത്ഥത്തിലുള്ള കുണ്ടലിനിയുടെ ഉണർവല്ല എന്നുള്ളതാണ് വാസ്തവം.